കൊല്ലപ്പെട്ട 5 പേരുടെയും മരണകാരണം ആഴത്തിലുള്ള മുറിവ് എന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. അഫാന്റെ പിതൃ സഹോദരൻ ലത്തീഫിന്റെ ശരീരത്തിൽ 20-ലധികം മുറിവുകളുണ്ട്. അഫാന്റെ സഹോദരൻ അഫ്സാന്റെ തലയ്ക്കു ചുറ്റിലും പെൺസുഹൃത്ത് ഫർസാനയുടെ നെറ്റിയിലുമാണ് വലിയ മുറിവുകളുള്ളത്. പ്രതി അഫാന്റെ പെൺസുഹൃത്ത് ഫർസാനയുടെ നെറ്റിയിലാണ് വലിയ മുറിവ്. നെഞ്ചു മുതൽ മുഖം വരെയും അടിയേറ്റിട്ടുണ്ട്. ചുറ്റിക ഉപയോഗിച്ച് ആഴത്തിൽ മുറിപ്പെടുത്തിയതാണ് മരണകാരണം. വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെഞ്ഞാറമൂട്ട വീട്ടിൽ പൊതുദർശനം നടത്തും. അതിനുശേഷം ചിറയൻകീഴ് കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിൽ കബറടക്കം. പ്രതിയുടെ സഹോദരൻ അഫ്സാന്റെ തലയ്ക്ക് ചുറ്റും മുറിവുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. തലയുടെ ഒരു ഭാഗത്ത് T ആകൃതിയിലാണ് മുറിവ്. തലയുടെ പിറകിൽ ആഴത്തിൽ മുറിവുണ്ട്. ചെവിയിലും മുറിവുണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. അഫ്സാന്റെ മൃതദേഹം വീടിന് സമീപത്ത് പേരുമല ജംഗ്ഷനിൽ പൊതുദർശനത്തിന് വയ്ക്കും. ചുള്ളാളം സ്വദേശിയായ ലത്തീഫിന്റെ കഴുത്തിലും തലയ്ക്കു പിന്നിലും മുഖത്തുമായി ചുറ്റികയ്ക്കടിച്ചു. 20-ലധികം മുറിവുകൾ ലത്തീഫിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. ബന്ധുക്കളായ 4 പേരുടെയും സംസ്കാരം താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിലായിരിക്കും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകുന്നേരത്തോടെയാവും സംസ്കാരം. 24 തിരുവനന്തപുരം.